ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ചക്കപ്പുഴുക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല കുഴാന്നിരിക്കുന്ന ചക്കപ്പുഴുക്ക്. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പൊ മഴയൊക്കെ അല്ലേ, ഇത് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി കഴിച്ചാൽ വേറെ ഒന്നും നമുക്ക് വേണ്ട. ഇന്നലെ ആട്ടോ എന്റെ മോള് ഇത് കഴിക്കുന്ന, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന കേട്ടോ ടേസ്റ്റ് എന്ന് പറയണത്. അതുപോലെ ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ, ഈ നാരങ്ങാച്ചാറും ചക്കപ്പുഴുക്കും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പൊ ചക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ 3/4 ഗ്ലാസ് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലും, പിന്നെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റിന് ശേഷം ഇത് കണ്ടോ, ഇത് ഇത്രയും തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്, ഞാൻ ആദ്യം 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടായുള്ളൂ. ഞാനിപ്പോ 1/4 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ കുളമായി പോകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയും എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങ അത്യാവശ്യം തന്നെ വേണം. അല്ല, കുറവാണെങ്കിൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പൊ അത്രയും എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 5-6 ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 7-8 എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുക മിക്സിയിൽ. അതിനുശേഷം ഒരു 2 കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആയി പോകരുത്, തരിതരിപ്പോടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കുഴാന്നാവണം കേട്ടോ, ഒട്ടും തന്നെ വെള്ളം വേണ്ട. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, കാരണം അടിക്ക് പിടിക്കും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇറക്കണതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയും അതുപോലെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല രുചിയുള്ള ചക്കപ്പുഴുക്കിന്റെ റെസിപ്പിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്